ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ശരിക്ക് ഈ മദ്രസ ഉസ്താദുമാർക്ക് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഈ കുഞ്ഞുങ്ങളെ കണ്ടാൽ ഉടനെ ഇവരുടെ ലഡ്ഡു പൊട്ടുന്നത്? എന്തുകൊണ്ടാണ്? ഇവർക്ക് മാത്രമേ ഉള്ളല്ലോ ചെറിയ കുഞ്ഞുങ്ങളെ കാണുമ്പോഴേക്കും സ്ത്രീകളെ കാണുമ്പോഴേക്കും ഒക്കെ ഇങ്ങനെ കുരു പൊട്ടുന്നത്. അതുകൊണ്ടാണല്ലോ സാക്കിർ നായിക്ക് പറഞ്ഞത് ഇവരുടെ കണ്ണിൽ ഒരുതരം വികിരണമുണ്ട്, അതുകൊണ്ട് പെണ്ണ് പൊതിയണം എന്ന്, പേപിടിച്ച നായെ തല്ലിക്കൊല്ലുക അല്ലെങ്കിൽ പൂട്ടിയിടുക, ചികിത്സിക്കുക എന്നുള്ളതല്ലാതെ ലോകത്തുള്ള ഒരാളും പുറത്തിറങ്ങരുത് എന്ന് പറയുന്നതാണോ ഇവരുടെ ചികിത്സാ രീതികൾ? നമ്മൾ ഓമനിച്ച് കണ്ണേ പൊന്നെ എന്ന് വളർത്തുന്ന നമ്മുടെ മക്കൾ ഈ ഉസ്താദുമാരുടെ കൈകളിൽ കിടന്ന് ഞെരിഞ്ഞമർന്ന് മാനസിക സംഘർഷം അനുഭവിക്കേണ്ടവരാണോ? എന്തുകൊണ്ടാണ് ഇനിയും നമ്മുടെ പ്രബുദ്ധ മലയാളക്കര ചിന്തിക്കാതിരിക്കുന്നത്? എത്രയെത്ര കുഞ്ഞുങ്ങൾ മദ്രസയിൽ പീഡനങ്ങൾക്ക് ഇരയാകുന്നു, എത്രയെത്ര മാനസിക ബുദ്ധിമുട്ടുകൾ അവർ സഹിക്കേണ്ടി വരുന്നു, പേടിക്കുന്നു, അവർ ഭയന്ന് ഉറക്ക നിലവിളിക്കുകയാണ്. ഞാൻ മദ്രസയിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. നേരിട്ട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഉസ്താദുമാരെ പറയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് പൊട്ടിക്കുന്നവർ അവനവന്റെ മക്കളെ വിട്ടുകൊടുക്കട്ടെ ഉസ്താദുമാർക്ക് തൊട്ടുപ്പ് നോക്കാൻ. 6 മാസമുള്ള കുഞ്ഞിനെ പോലും വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ. അത്തരം ആൾക്കാരെയാണ് ആദ്യം പച്ചമടല് വെട്ടിയടിക്കേണ്ടത്. നമ്മൾ കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെ പറയുമ്പോൾ നമ്മുടെ തന്തയ്ക്ക് വിളിക്കുന്നവരുണ്ടല്ലോ, അവനിലൊക്കെയാണ് ഉറങ്ങിക്കിടക്കുന്ന മതഭീകരവാദി ഉള്ളത്. അവനൊക്കെയാണ് ജിഹാദി തീവ്രവാദികൾ. ഒരവസരം കിട്ടിയാൽ എന്നെയൊക്കെ പീസ് ആക്കത്തക്ക രൂപത്തിൽ വൈകാരികമായ ശത്രുതയുമായിട്ടാണ് അവരൊക്കെ നടക്കുന്നത്. അതിന്റെ കൂടെ അവരുടെ ശത്രുതയ്ക്ക് കുറച്ചും കൂടെ ഉപ്പും മുളകും ഇട്ടുകൊടുക്കാൻ റഫീഖ് സലഫിയെ പോലെയുള്ള വേറെ കുറെ കമ്പികളുണ്ട്, അതുപോലെയുള്ള ആൾക്കാരുമുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇനി മദ്രസയിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായി, ഒരു കുഞ്ഞിനൊരു പ്രശ്നമുണ്ടായി, പിടിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ ഉസ്താദിനെ, പിന്നീട് ആ ഉസ്താദിനെ കുറിച്ച് ലോകത്ത് ഒരാളും അറിയില്ല. കാരണം ആ കമ്മിറ്റിക്ക് അകത്തു വെച്ചു തന്നെ ഉസ്താദുമാർ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു വിടുകയാണ്. ഉസ്താദിനെ ഒരുപക്ഷെ ആ മദ്രസയിൽ നിന്ന് പറഞ്ഞു വിടും. അടുത്തൊരിടത്ത് പ്രൊമോഷനോടുകൂടി കൂടുതൽ സാലറിയോടുകൂടി ഒരുപാട് പെൺമക്കൾ ഉള്ളിടത്തേക്കാണ് ഈ കാമക്കണ്ണുമായി ഇവൻ അടുത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഉസ്താദ് നിരപരാധിയാണ് എന്ന ആദ്യത്തെ മൊഴിയുമായി പുറത്തു വരുന്നത് ഈ പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞിന്റെ ഉമ്മയായിരിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത. 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര ജനത ചെയ്തത് എന്താണോ അതിലേക്കാണ് ഇന്ന് ഈ പുരോഗമന സമൂഹത്തെ കൈപിടിച്ച് മുസ്ലിം സമുദായം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ ഇമ്രാന ഫത്വ എന്ന് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. 26 or 24 വയസ്സുകാരിയായ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവിന്റെ അഭാവത്തിൽ അമ്മായിയപ്പൻ കയറി പീഡിപ്പിക്കുന്നു. അത് കണ്ടോണ്ട് മോൻ വരുന്നു. ഓ, എന്ത് അവസ്ഥയാണിത്! സ്വന്തം പിതാവിനെ പോലെ നോക്കുമെന്ന് ഉദ്ദേശിച്ചിട്ടല്ലേ ഈ പയ്യൻ ജോലിക്ക് പോകുന്നത്, സ്വന്തം പിതാവിനെ വിശ്വസിച്ചിട്ട്. അങ്ങനെ ദുയൂബന്ദിലെ കുറെ അധികം പണ്ഡിതന്മാര് വന്നു. ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിന് എന്തെങ്കിലും ഒരു ജഡ്ജ്മെന്റ് വേണമല്ലോ. ആ ദുയൂബന്ദിലെ പണ്ഡിതന്മാരുടെ മുമ്പിലിരിക്കുന്ന ഈ തന്തയെ മോനെയും തലയ്ക്കകത്ത് വെളിവുള്ളവർക്ക് ചിന്തിക്കാൻ സാധിക്കുമോ എങ്ങനെയായിരിക്കുമെന്ന്? ലെവലുള്ളവൻ ഇരിക്കുമോ അവരുടെ കൂടെ? ഞാൻ എന്റെ മരുമോളെ കയറി പീഡിപ്പിച്ചിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് പറ, എന്റെ വാപ്പ എന്റെ പെണ്ണുമ്പിളെ പീഡിപ്പിക്കണത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് മോന് ഈ ഐറ്റങ്ങൾക്കേ പറ്റൂ ഇതൊക്കെ. അങ്ങനെ പണ്ഡിതന്മാര് വരുന്നു, പണ്ഡിതന്മാരെ ഉപദേശം പുറപ്പെടുവിച്ചു. ഇനി മുതൽ വാപ്പയുടെ ഭാര്യയാണ് ഇമ്രാന. അപ്പൊ 4 മക്കള്, 4 മക്കളുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്നലെ വരെ കൂടെ കിടന്നവൻ മകനാണ്. ഓ, അപ്പൊ ഈ മക്കള് സഹോദരന്മാരാണ്. ഇയാളുടെ രക്തത്തില് ബീജത്തില് ജനിച്ചതല്ലേ? അല്ല, മോനാണ്. മനസ്സിലായല്ലോ? അപ്പൊ ഇന്നലെ വരെ അമ്മായിയപ്പനായിരുന്നവൻ ഇന്ന് കെട്ടിയോനായി. അതാണ് കാര്യം. മുഹമ്മദ് നബിയുടെ വളർത്തുമകന്റെ ഭാര്യയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മുഹമ്മദ് നബിയുടെ വളർത്തുമകനായിരുന്ന സൈനബിനെ കണ്ടപ്പോൾ കുരു പൊട്ടിയ പ്രവാചകന് അള്ളാഹു നേരിട്ട് തന്നെ കെട്ടിച്ചു കൊടുക്കുകയാണ്. നിനക്ക് ഞാൻ നീ വിഷമിക്കണം, നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നിട്ടുണ്ട് സൈനബിനെ, ഇനി നീ പോയി അങ്ങ് ഡിങ്കോഡാൽഫിയൊക്കെ ആയിക്കോ, കുഴപ്പമൊന്നുമില്ലാന്ന്. അപ്പൊ ഇന്നലെ വരെ വളർത്തുമകന്റെ ഭാര്യ മാത്രമായിരുന്നവൾ ഇന്ന് വളർത്തുമകൻ ആരായി? ഉമ്മയായി. നബിയുടെ ഭാര്യയാണല്ലോ. നബിയുടെ ഭാര്യയാണെങ്കിൽ ഉമ്മയാണല്ലോ. മക്കളില്ലാത്തത് ഭാഗ്യം. 1 വർഷമേ 2 ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. ലക്ക്. അപ്പോ ഇന്നലെ വരെ പെണ്ണുമ്പിള്ളി ആയിരുന്നത് ഇന്ന് ഉമ്മയായി. ഇന്നലെ വരെ മകന്റെ ഭാര്യ ആയിരുന്നവൾ
ഇന്ന് സ്വന്തം ഭാര്യയായി നല്ല അമ്മായിയപ്പൻ അല്ലെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പീഡിപ്പിക്കുകയും ബുദ്ധിമുട്ടിപ്പിക്കുകയും ചെയ്യുന്നത്? ഈ രീതിയിലായതുകൊണ്ടല്ലേ ഇവർ തന്നെ കൊച്ചു കുഞ്ഞുങ്ങളെ പൊതിയണം എന്ന് പറയുന്നത് ഇവരെ തന്നെ പേടിച്ചിട്ടല്ലേ. അല്ലാതെ തലയ്ക്ക് ലെവലുള്ള വെളിവുള്ള ആരെങ്കിലും കുഞ്ഞുങ്ങളെ കണ്ടാൽ ഉടനെ അവർക്കിങ്ങനെ ഉദാഹരണം ഉണ്ടാകുമോ? മക്കളുള്ളവർക്ക് ആ പ്രായത്തിലുള്ള ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും സ്വന്തം മക്കളുടെ സ്നേഹവും വാത്സല്യവും തന്നെയല്ലേ ഉണ്ടാകൂ. നമുക്കിനിയും സുന്നത്തുകൾ എടുക്കാൻ തീരുമാനിച്ച, അതായത് ഇസ്ലാമിക പ്രമാണങ്ങൾ അങ്ങനെ തന്നെ അനുവർത്തിച്ച് ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ തീരുമാനിച്ച കുറെ അധികം മദ്രസ ഉസ്താദുമാരുടെ ശരിയായ ലീലാവിലാസങ്ങളുടെ പത്രവാർത്തകളൊന്ന് കണ്ടിട്ട് വരാം. അതായത് പത്രങ്ങളിൽ വന്ന വാർത്തകളിലെ ഒരു 2% മാത്രമാണ് ഞാൻ നിങ്ങളോട് കാണിക്കുന്നത്. ഇതിന്റെ എത്രയോ ഇരട്ടി വേറെയുണ്ട്. ഇതിനേക്കാൾ 100 ഇരട്ടി പുറം ലോകം അറിയാത്തവയുമുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഭീകരത ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെറിയ ചില വാർത്തകളിലേക്ക് ഒന്ന് പോകാം. ഫെബ്രുവരി 11, 2020 19 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കോട്ടയം താഴത്തങ്ങാടി കക്കാംപറമ്പിൽ താജുദ്ദീൻ 62 വയസ്സ്. മാർച്ച് 27, 2020 പ്രായപൂർത്തിയാകാത്ത 4 വിദ്യാർത്ഥികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കണ്ണൂർ ആറളം സ്വദേശി മുഹമ്മദ് ഫൈസി എന്ന് പറഞ്ഞത് 5-6 വർഷമൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അറബി കോളേജിൽ പഠിച്ചിട്ട് കിട്ടുന്ന ബിരുദമാണ് ഫൈസി ബിരുദം. 5 കൊല്ലമാണെന്ന് തോന്നുന്നു. ജൂൺ 20, 2020 കൊല്ലം അഞ്ചലിൽ 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച നാസറുദ്ദീൻ. ജൂലൈ 20, 2020 കാസർഗോഡ് സ്വന്തം മകളെ പീഡിപ്പിച്ച മദ്രസ അധ്യാപികനായ അച്ഛൻ. സ്വന്തം മകളെ കാണണേ. അങ്ങനെയാണ് കുറച്ച് ആൾക്കാർ പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു, എത്രയും പെട്ടെന്ന് മദ്രസ തുറക്കുന്നു, കാരണം സ്വന്തം മക്കളെ പീഡിപ്പിച്ചാലല്ലേ വിഷമമുള്ളൂ, ആരാൻ്റെ മക്കളെ പീഡിപ്പിച്ചോട്ടെ എന്ന്. ഇത് നോക്കൂ, സ്വന്തം മകളെ ഭാര്യയുടെ മുന്നിൽ വെച്ച് നിക്കാഹ് ചെയ്ത് ഗർഭിണിയാക്കി മുസ്ലിം യുവാവ്. കണ്ട, ഇത് ഇന്റർനാഷണൽ വാർത്തയാണ്. ഒക്ടോബർ 11, 2019 സുഹൃത്തിന്റെ ഭാര്യയെ കാറിൽ വെച്ച് പീഡിപ്പിച്ച മാങ്കോട് ഒരിപ്രം പടിഞ്ഞാറ്റിൻകര സ്വദേശി ഉസ്താദ് മുഹമ്മദ് അലി 52 വയസ്സ്. ഡിസംബർ 22, 2019 8 വയസ്സുകാരി ബാലികയെ പീഡിപ്പിച്ച തിരുവനന്തപുരം കൊല്ലങ്കോണം ജുമാ മസ്ജിദിലെ മുഹമ്മദ് തൗഫീഖ്. നവംബർ 20, 2019 ശാരീരിക വൈകല്യമുള്ള 19കാരനെ ലൈംഗികമായി പീഡിപ്പിച്ച മലപ്പുറം ഇഴുവത്തുരുത്തി കറുപ്പം വീട്ടിൽ ഹംസത്തു. ജനുവരി 25, 2020 13കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ തളിപ്പറമ്പ് പടവ് മങ്ങര ദാറുൽ അബ്ബാറിൽ മുഹമ്മദ് സുഹൈൽ. ജനുവരി 26, 2020 13 വയസ്സുകാരിയെ പീഡിപ്പിച്ച പത്തനംതിട്ട നിരണം വടക്കുംഭാഗം സ്വദേശി അബ്ദുൽ ജലീൽ. ഫെബ്രുവരി 11, 2020 19 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കോട്ടയം താഴത്തങ്ങാടി കക്കാംപറമ്പിൽ താജുദ്ദീൻ 62. മാർച്ച് 13, 2019 ദളിത് വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കാസർഗോഡുകാരൻ സിദ്ദീഖ് മൗലവി. മാർച്ച് 20, 2019 11 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മലപ്പുറം തിരൂരിലെ മദ്രസയിലെ പോത്തന്നൂർ സ്വദേശി അലി. ജൂൺ 1, 2019 50ലേറെ കുട്ടികളെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ ഇമാം ആലുവ ഏലൂർക്കര മൂപ്പത്തടം അട്ടച്ചിറ വീട്ടിൽ യൂസഫ്. ജൂലൈ 13, 2019 14 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനം നടത്തിയതിന് മലപ്പുറത്ത് കാന്തപുരം വിഭാഗത്തിലെ AP വിഭാഗം സുന്നി നേതാവ് മമ്പാട് വഹാബ് സഖാഫി. ആ സഖാഫി എന്ന് പറയുന്ന ബിരുദവും 10ാം ക്ലാസ്സിന് ശേഷം 5 വർഷം അറബി കോളേജിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന ബിരുദമാണ്. ഏപ്രിൽ 25, 2019 10 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനമാണെന്നായിരിക്കും പീഡനത്തിനിരയാക്കിയ ഇടപ്പാൾ വട്ടംകുളം മുതൂരിലെ മദ്രസ അധ്യാപകൻ വെളിയങ്കോട് സ്വദേശിയായ ഇമാം. ഒക്ടോബർ 13, 2019 സുഹൃത്തിന്റെ ഭാര്യയെ കാറിൽ വെച്ച് പീഡിപ്പിച്ച മാങ്കോട് ഒരിപ്രം പടിഞ്ഞാറ്റിൻകര സ്വദേശി ഉസ്താദ് മുഹമ്മദ് അലി 52 വയസ്സ്. 2018 കൂത്തുപറമ്പ് മാനന്തേരി മദ്രസയിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കോഴിക്കോട് സ്വദേശി അബ്ദുറഹ്മാൻ മൗലവി. വയനാട് 4-ാം മൈലിലെ അബ്ദുനാസർ മൗലവി. ഡിസംബർ 11, 2015 6-8 വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച കോഴിക്കോട് അണ്ടിക്കോട് VK റോഡിലുള്ള ഹയാത്തുൽ ഇസ്ലാം മദ്രസയിലെ കാടാമ്പുഴ പാറക്കുളം വീട്ടിൽ ഷമീർ അസ്ഹരി എന്ന് പറയുന്നതും ഒരു ബിരുദമാണ്.
ഫെബ്രുവരി 7, 2019 ഇന്നോവയിൽ വെച്ച് 9ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച പോപ്പുലർ ഫ്രണ്ട് മതപ്രഭാഷകൻ ഇമാം ഷെഫീഖ് അൽ കാസിമി. ഈ കാസിമി എന്ന് പറയുന്നതും ബിരുദമാണ്. ഈ ഷെഫീഖ് കാസിമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വഴിതെറ്റുന്ന യുവതലമുറ എന്നതായിരുന്നു. അതാണ് ആകെയുള്ളൊരു സമാധാനം. മാർച്ച് 4, 2019 11കാരിയെ എറണാകുളം ഏലൂരിൽ പീഡിപ്പിച്ച മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി യുനൈസ്. മാർച്ച് 12, 2019 +1 വിദ്യാർത്ഥിനിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ച കോഴിക്കോട് ഗാന്ധി റോഡ് പള്ളിയിലെ ഇമാം അബ്ദുൽ ബഷീർ. മാർച്ച് 13, 2019 ദളിത് വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കാസർഗോഡുകാരൻ സിദ്ദീഖ് മൗലവി. മാർച്ച് 20, 2017 പ്രായപൂർത്തിയാകാത്ത 4 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ വയനാട് തരുവണ സ്വദേശി മുഹമ്മദ് റാഫി. ഏപ്രിൽ 15, 2017 കുട്ടികളെ മന്ത്രവാദ ചികിത്സയുടെ പേരിൽ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ രാമപുരം സ്വദേശി സൈനുൽ ആബ്ദീൻ. സെപ്റ്റംബർ 18, 2017 13കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കണ്ണൂർ പയ്യന്നൂർ പെരുമ്പ ചിറ്റാരി കൊവ്വൽ മസ്ജിദിൽ ഉസ്താദ് VP സെയ്ദ്. ഓഗസ്റ്റ് 2, 2018 4 മദ്രസ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കണ്ണൂർ തളിപ്പറമ്പ് ചെക്കിക്കുളം സ്വദേശി മുഹമ്മദ് അർഷാദ്. ഓഗസ്റ്റ് 10, 2018 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച കണ്ണൂർ ബേക്കൽ മൗവൽ റിഫായി മസ്ജിദ് കീഴിലുള്ള മദ്രസ അധ്യാപകൻ ബന്തെടുക്ക ഏണിയാടി സ്വദേശി ഷെരീഫ് സഅദി. 2018 കൂത്തുപറമ്പ് മാനന്തേരി മദ്രസയിൽ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച കോഴിക്കോട് സ്വദേശി അബ്ദുറഹ്മാൻ മൗലവി വയനാട്. എന്തുകൊണ്ടാണ് ഈ മദ്രസ ഉസ്താദുമാര് മദ്രസയിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളെ കണ്ടാല് ഇത്രയധികം ലൈംഗിക താല്പര്യം അവർക്കുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? അതായത് ചില അമ്മായിയമ്മ പോരില്ലേ ചിലയിടങ്ങളിൽ, ഈ അമ്മായിയമ്മ പറയും ഞാനും ഇങ്ങനെയൊക്കെ അനുഭവിച്ചതാണ്, നീ അതുകൊണ്ട് അത്ര സുഖിക്കണ്ട, ഞാനും ഒരു കുടുംബത്തിലേക്ക് കയറി വന്നപ്പോഴേക്ക് അമ്മായിയമ്മയുടെ പോരും നാത്തും പോരും ഒക്കെ അനുഭവിച്ച് തന്നെ വന്നത്, അതുകൊണ്ട് വരുന്നവൾ അത്ര സുഖിക്കണ്ട എന്ന് ചിന്തിക്കില്ലേ എന്ന രീതി പോലെ ഈ ഉസ്താദുമാരും ചെറുപ്പത്തിൽ അവരുടെ ഉസ്താദുമാരിൽ നിന്നും സഹപാഠികളിൽ നിന്നുമൊക്കെ അനുഭവിച്ചിട്ടുള്ള ലൈംഗിക പീഡനം തന്നെയാണ് അവരും വലുതാകുമ്പോൾ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഒരു അറബി കോളേജിന്റെ പുറകിൽ പോയി നോക്കിയ എന്റെ കൂടെ പഠിച്ച ഒരു അധ്യാപകനാണ്, ഇന്ന് വലിയൊരു പ്രാസംഗികനാണ് മുജാഹിദിന്റെ. അവൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, അതെ അറബി കോളേജിന്റെ പുറകിലൊന്നും പോകാൻ പറ്റില്ല കേട്ടോ, അതെന്താ അവിടെ ഒക്കെ കോണ്ടത്തിന്റെ ഒരു കൂനയാണെന്ന് പറഞ്ഞു. അതായത് അതുകൊണ്ടാണല്ലോ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മുസ്ലിം പവർ എക്സ്ട്രാ ഒക്കെ കണ്ടുപിടിച്ചത്, അതുകൊണ്ടായിരിക്കും. പോട്ടെ, അപ്പോ അതൊക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഇപ്പൊ ഇവർക്ക് അത്രമാത്രം ഉള്ളത് കൊണ്ടായിരിക്കും. നാളെ വേണമെങ്കിൽ ഇവർ ഇതും വിശ്വസിക്കും കേട്ടാ, മുസ്ലിം പവർ എക്സ്ട്രാ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ വരും. കാരണം പല്ലിശാസ്ത്രം ഒക്കെ കണ്ടുപിടിച്ച് വന്നതുപോലെ ഒരുപക്ഷെ വരാനിടയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവരുടെ ചെറുപ്പകാലത്ത് മദ്രസകളിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും സഹപാഠികളിൽ നിന്നും ഒക്കെ അനുഭവിച്ച ആ ലൈംഗിക പീഡനം ആ ചെറുപ്പത്തിൽ ഇവരെ അത്തരം ലൈംഗിക വൈകൃതമുള്ള മനോരോഗികളാക്കി മാറ്റിയിട്ടുണ്ടാകും. പിന്നീട് അവര് സമൂഹത്തിലെ ഓരോ പുഴുക്കുത്തുകളായി മാറുന്നു. മറ്റുള്ളവരെയും ആ രൂപത്തിൽ തന്നെ ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നു. അത്തരത്തിലായിരിക്കണം നമുക്ക് ഇത്തരം വാർത്തകളൊക്കെ ലഭിക്കുന്നത്. അതോ ഇനി ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ഉസ്താദ് ഇത്തരത്തിൽ ബുദ്ധിമുട്ടിപ്പിച്ചാൽ തന്നെയും ഈ കുഞ്ഞുങ്ങൾ വീട്ടിൽ ചെന്നത് പറയണമെന്നില്ല. വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ തന്നെയും മാതാപിതാക്കൾ നല്ല രൂപത്തിൽ പ്രതികരിക്കണമെന്നില്ല. ഇനി പ്രതികരിച്ചാൽ തന്നെയും അത് കമ്മിറ്റിയിലോ ഉസ്താദിന്റെ ശ്രദ്ധയിലോ എത്തണമെന്നില്ല. ഇനിയും അവിടെ വരെ എത്തിയാൽ തന്നെയും ഇത് പുറം ലോകം അറിയണമെന്നില്ല. ഇനിയും പുറം ലോകമെന്നല്ല, ഒരു 5-6 കമ്മിറ്റിയിലുള്ള ആൾക്കാർ അറിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുമെന്നോ അദ്ദേഹത്തിന്റെ ഈ നടപടി പത്രങ്ങളിലോ മാധ്യമങ്ങളിലോ വരുമെന്നോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്തിട്ടുള്ള ചില എസെൻഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്കിന്ന് ലഭിക്കുന്നത്. അപ്പോ ഈ മദ്രസകളിലെ പുസ്തകങ്ങളിൽ തന്നെ ഇവര് പഠിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ഞാനൊന്നും പറയുന്നില്ല. അതായത് മുസ്ലിം എന്നൊരു പുസ്തകമുണ്ട്, നിക്കാഹ് എന്നൊരു അധ്യായമുണ്ട്. അതിനകത്ത് പറയുന്നതൊക്കെ ഇങ്ങനെ തന്നെയാണ്. തന്നെയുമല്ല, കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് എന്താണ്? 4-ാം അധ്യായത്തിലെ 24-ാമത്തെ വാചകം. ഇനിയും അടിമ സ്ത്രീകളാണ്, അവർക്ക് ഭർത്താവ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മൃഗഭോഗം മുതൽ ശവഭോഗം മുതൽ ഇൻസെസ്റ്റ് വരെ നമ്മൾ കണ്ടില്ലേ, സ്വന്തം കുഞ്ഞുങ്ങളെ വരെയൊക്കെ ഗർഭിണിയാക്കിയിരിക്കുന്നു. എന്നിട്ട് ഇവരതിന് പറയുന്ന ന്യായം എന്താണെന്ന് അറിയുമ്പോൾ, ഞാനൊരു വാഴ നട്ടു, മലപ്പുറത്തുണ്ടായ സംഭവമാണ്. അതിനകത്ത് ആദ്യം കൊലയ്ക്കുന്ന വാഴ അത് എനിക്കുള്ളതാണ്, വാഴക്കൊല.
എന്ന് പറഞ്ഞ ആൾക്കാർ വരേക്കുമുണ്ട്. അതായത് ഇവര് ഈ ചെറിയ പ്രായത്തിൽ ചെയ്യുന്ന ചേലാകർമ്മം ഒരു പരിധി വരേക്കും ഇത്തരം ലൈംഗിക വൈകൃതങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്നുണ്ട്. കാരണം ഇവരുടെ ലൈംഗികാസക്തി ശമിക്കുന്നേയില്ല. ശമിക്കാത്ത വികാരം കൊണ്ടാണ് ഇവർ നടക്കുന്നത്. എന്നിട്ട് ഇവര് പറഞ്ഞു പരത്തും ഇതൊക്കെ ഇസ്ലാമോഫോബിയ ആണ്, ശരിക്കും ഇതിലൊന്നും ഉള്ളതല്ല. നമുക്ക് വീണ്ടും കാണാം. നന്ദി.